ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാവിൽ കൊതിയൂറും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കിയല്ലോ. ഇന്ന് നമുക്ക് തയ്യാറാക്കാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൊഴിയാള മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കൊഴിയാളക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു തേങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അളവിൽ പുളി എടുക്കുന്നുണ്ട്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മുടെ കറിക്ക് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ മീൻ കറിക്ക് അരപ്പെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മീൻ എത്രയെന്നാണ്. അതിനനുസരിച്ച് വേണം അരപ്പ് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ളത് 2 കൊഴിയാളയാണ്. അതിൻ്റെ അളവാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ അരപ്പ് നമുക്ക് ഒരു കടായിലോട്ട് മാറ്റാം. ഞാൻ അരപ്പ് ഒരു കടായിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം. കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം. നമുക്ക് നല്ല തിക്നെസ് വേണമെങ്കിൽ ആ രീതിക്കോ, ലൂസായിട്ട് വേണമെങ്കിൽ ആ രീതിക്ക്. ഞാനിപ്പോൾ ഒരു മീഡിയം രീതിക്കാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുമല്ല നല്ല ലൂസും അല്ല എന്നുള്ള രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ മുരിങ്ങയ്ക്കയും 2 പച്ചമുളകും ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. കറിക്ക് മുരിങ്ങയ്ക്ക ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കൊഴിയാളക്കറി ആയിരുന്നാലും ഏതൊരു മീൻ കറി ആയിരുന്നാലും. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് വേവിച്ച് എടുക്കാം. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. എല്ലാ ഭാഗത്തും തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് മീനും കൂടെ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് തീർന്നതിന് ശേഷം വേണം നമ്മളിത് മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ടത്. കറി ഇപ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫസ്റ്റ് നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് വേവിച്ച സമയത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് വേവിച്ചത്. അത് വന്നിട്ട് നമ്മൾ കറി മിക്സിയിൽ അരച്ചെടുത്തത് കൊണ്ടാണ്. അപ്പോൾ അത് പൊങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തിളയ്ക്കാൻ വെച്ചിരുന്ന നമ്മുടെ കറി ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കറി നല്ലോണം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനും വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.